വെൽക്കം ബാക്ക് ടു ഇൻ സ്റ്റോറീസ്. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ഞാനിങ്ങനെ വെറുതെ ഇരുന്ന് ആലോചിക്കുകയായിരുന്നേ, ഒരു 1.5 മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിനി ഓഫീസിലൊക്കെ പോകണം. എൻ്റെ ലീവൊക്കെ തീരാറായി. അങ്ങനെ വിഷമിച്ചിരുന്നപ്പം ഒരുങ്ങിയിട്ടൊക്കെ പോകണ്ടേ, അതിന് ഉള്ള സാധനങ്ങളൊക്കെ തീർന്നോ ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി ഞാനിങ്ങനെ വെറുതെ പെട്ടിയൊക്കെ തുറന്ന് നോക്കി പൊടിതട്ടൊക്കെ എടുത്തു. അപ്പം ഞാൻ കരുതി അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന്. അതാണല്ലോ അതിൻ്റെ ഒരു രീതി. അപ്പം കുറേയൊക്കെ തീരാറായി. അപ്പം ഇനി വാങ്ങിക്കണം. ഇനി എന്താണ്, നവംബറിൽ എനിക്ക് ജോയിൻ ചെയ്യണം. എൻ്റെ ലീവൊക്കെ തീർന്നു. അപ്പം ഞാനിങ്ങനെ വിഷമത്തിൽ ഇരിക്കുകയാണ്. പിന്നെ ഇത്രയും ദിവസമൊക്കെ അടിപൊളിയായിട്ട് പോയി വാവയുടെ കൂടെ. ഇനിയും പോവും, കുഴപ്പമില്ല. എന്നാലും നമ്മൾ ജോലിക്ക് പോയിട്ട് പിന്നീട് കുറച്ച് നേരമല്ലേ കിട്ടുള്ളൂ. ഈ പകൽ സമയം നമുക്ക് കിട്ടൂലല്ലോ. അങ്ങനെയൊക്കെ അങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. അപ്പം ഇതല്ല നമ്മുടെ വിഷയം. അപ്പം ഞാൻ കരുതി എൻ്റെ ആ പ്രോഡക്റ്റ്സ് ഒക്കെ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന്. കാരണം എന്താണെന്ന് അറിയോ, സംഭവം നമുക്കൊരു ഓഫീസിലോ കോളേജിലോ ഒക്കെ പോകുന്നെങ്കിൽ ഉപയോഗിക്കാൻ പറ്റിയ ലൈറ്റ് പ്രോഡക്റ്റ്സ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഭയങ്കര അഫോർഡബിൾ ആണ്, എല്ലാവർക്കും പറ്റുന്നതാണ്. കാരണം 200 രൂപയ്ക്ക് താഴെ വരുന്ന കുറച്ച് പ്രോഡക്റ്റ്സേ ഉള്ളൂ. ഇപ്പം ഒരു ഓഫീസിലൊക്കെ പോയിരിക്കാൻ നേരത്തെ ഒരുപാട് ഹെവി മേക്കപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് തോന്നുന്ന എന്നെ പോലുള്ളവർക്കൊക്കെ പറ്റുന്ന കിടലം അടിപൊളി പ്രോഡക്റ്റ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോണത്. കാരണം എൻ്റെ ബാങ്കിനെ സംബന്ധിച്ച് നമ്മളൊരു പഞ്ചായത്ത് ഏരിയയാണ്. അത് അവിടെ തന്നെ പിന്നെ വരുന്ന കസ്റ്റമേഴ്സ് എന്നൊക്കെ പറയുന്നത് സാധാരണക്കാരാണ്. സാധാരണക്കാർ. അപ്പോൾ അവരുടെയൊക്കെ കൂടെ അവരിലൊരാളായിട്ടിരിക്കാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ ഓഫീസിൽ പോകുമ്പം വലിയ മേക്കപ്പ് ഒന്നും ചെയ്ത് പോകാറില്ല. എന്നാൽ ചെയ്യാറുണ്ട്. നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ വരണമല്ലോ, അതിനു വേണ്ടി ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള അത്യാവശ്യം ചില മേക്കപ്പുകളൊക്കെ ചെയ്യാറുണ്ട്. അല്ലാണ്ട് ഭയങ്കര ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തെ ഹെവി മേക്കപ്പ് ഒന്നും ചെയ്തെന്നും പോണ ഒരാളല്ല ഞാൻ. അപ്പം അതൊക്കെ കൊണ്ട് അങ്ങനെയുള്ള പ്രോഡക്റ്റ്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒട്ടും ലാഗടിപ്പിക്കാതെ ബോറടിപ്പിക്കാതെ എന്താണെന്ന് നോക്കിയാലോ. അതിനു മുൻപ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമ്മളൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും. എൻ്റെത് ഇതാണ് കേട്ടോ, ലാക്മിയുടെ പീച്ച് മിൽക്കിൻ്റെ മോയ്സ്ചറൈസറാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. തീരാറായിരുന്ന സംഭവമാണ് കേട്ടോ, ഞാൻ ഒരുപാട് യൂസ് ചെയ്ത് ഇനിയിപ്പോൾ തീരാറായി. കുറേ നാളുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റാണിത്. എനിക്ക് അത്യാവശ്യം നല്ലൊരു ഇത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 110 ആണ്, 110 രൂപയേ ഉള്ളൂ സംഭവം. ഇത് 24 hours മോയ്സ്ചറൈസർ ലോക്ക് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. സംഭവം എനിക്ക് ഓക്കെയാണ്. നോൺ സ്റ്റിക്കിയാണ് സംഭവം, കൊള്ളാം. ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇതാണ് കേട്ടോ, ലാക്മിയുടെയാണ്. അത് കഴിഞ്ഞിട്ട് ഫൗണ്ടേഷൻ വന്നിട്ട് ഞാൻ ഈ ബ്ലൂ ഹെവൻ്റെ HD ഫൗണ്ടേഷൻ സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഒരു 4-5 മാസം ആവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ ഓഫീസിൽ പോകുമ്പോഴത്തേക്കും ഉപയോഗിച്ച് തുടങ്ങിയില്ല. ഇനി തുടങ്ങണം എന്ന് വിചാരിക്കുന്നു. പക്ഷെ കുറേ എനിക്കൊരു സംഭവം നന്നായിട്ട് നിൽക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ ഇതൊക്കെ ഇട്ട് ഫംഗ്ഷനൊക്കെ പോകുന്ന നേരത്തും നമ്മൾ അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ് എന്ന് തോന്നിയ ഒരു സംഭവമാണ് ഇത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഐ തിങ്ക് 194 ആണെന്ന് തോന്നുന്നു. ഞാനൊന്ന് ക്ലിയർ ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതിൻ്റെ ഷെയ്ഡ് വാനില 101 ആണ് കേട്ടോ. സംഭവം ഇതെനിക്ക് ഫൗണ്ടേഷൻ്റെ ഷെയ്ഡൊന്നും നോക്കാൻ എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്ക് സ്യൂട്ടാവുമെന്ന് തോന്നിയിട്ട് ഞാൻ വാങ്ങിച്ച സംഭവമാണേ. ആദ്യം ഞാൻ വിചാരിച്ചു വാനില ഷെയ്ഡൊക്കെ ആരാൻ നേരത്ത് ഒരുപാട് പുട്ടിയടിച്ച പോലെ ഇങ്ങനെ വെളുത്തിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ ഒന്നുമില്ല. എന്നെപ്പോലത്തെ അത്യാവശ്യം ഒരു മീഡിയം ഫെയർ സ്കിന്നൊക്കെ ഉള്ളവർക്ക് ഞാൻ നന്നായിട്ട് ഓപ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ വാനിലയുടെ ഷെയ്ഡ്. നല്ല കവറേജ് കിട്ടുന്ന ഒരു സംഭവമാണ്. അങ്ങനെ പെട്ടെന്നൊന്നും പോകത്തില്ല. നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് പോകത്തുള്ളൂ. അല്ലാണ്ട് ജസ്റ്റ് ഒരു മുഖമൊക്കെ ഒന്ന് വൈപ്പ് ചെയ്തെടുത്താലൊന്നും പോകുന്നില്ല. ഞാൻ നല്ല ഗ്യാരണ്ടി പറയുന്ന ഒരു സംഭവമാണ്. ബ്ലൂ ഹെവൻ്റെ HD ഫൗണ്ടേഷൻ സ്റ്റിക്കാണ്. അപ്പം ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ഫൗണ്ടേഷൻ. പോയി തുടങ്ങുമ്പോൾ ഉപയോഗിച്ച് തുടങ്ങണം. അത് കഴിഞ്ഞിട്ട് പൗഡറൊക്കെ ഇട്ടൊന്ന് ടച്ചപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ഈ ഐബ്രോ പെൻസിൽ. ഇത് വലിയ പെൻസിലായിരുന്നു, ഇപ്പം ഇത്രയേ ഉള്ളൂ. ഇത് ബ്രാൻഡഡ് ഒന്നുമല്ല, ഞാൻ എവിടെയോ പോയപ്പോൾ വാങ്ങിച്ചതാണ്. പക്ഷെ കുറേ നാളുകൊണ്ട് എൻ്റെ കൂടെ ഉണ്ട് ഈ സാധനം. ഞാൻ ഉപയോഗിച്ച് ഇത്ര ആയെന്നേ ഉള്ളൂ. ബ്രഷൊക്കെ ഉള്ളതുകൊണ്ട് ഇത് കളയാൻ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇതുപോലത്തെ ഒരെണ്ണം ഞാൻ പിന്നീട് വാങ്ങിച്ചില്ല. ഇത് തീർന്നിട്ട് വാങ്ങിക്കാമെന്ന് കരുതിയിരിക്കുകയാണ്. എനിക്ക് ലിപ്സ്റ്റിക്കും നെയിൽ പോളിഷും അല്ലാത്ത ബാക്കി എല്ലാ സാധനങ്ങളും തീർന്നിട്ട് വാങ്ങിക്കുന്നതിനോടാണ് താല്പര്യം. പക്ഷേ ലിപ്സ്റ്റിക്കും നെയിൽ പോളിഷും തീർന്നില്ലെങ്കിലും ഞാൻ വാങ്ങിക്കും.
ഉള്ള ഷെയ്ഡാണെങ്കിലും ഞാൻ വാങ്ങിക്കും. അങ്ങനെ ഒരു അഡിക്റ്റ് ആയിപ്പോയി അതിൻ്റെ. എന്താണ് ഞാനും ഏട്ടനും തമ്മിൽ അടി കൂടുന്നതിൻ്റെ പ്രധാന കാരണം ഈ ലിപ്സ്റ്റിക്കും നെയിൽ പോളിഷിൻ്റെയും കാര്യത്തിലാണ് കേട്ടോ. ബാക്കി ഒന്നും ഞാൻ വാങ്ങിക്കാറില്ല. തീർന്നാൽ പോലും ചിലപ്പോൾ ഞാൻ വാങ്ങിക്കാറില്ല. പക്ഷെ ലിപ്സ്റ്റിക്ക് എവിടെ കിട്ടിയാലും ഞാൻ വാങ്ങിക്കും. അതെന്തോ ഇട്ടിട്ട് അങ്ങ് ശീലമായപ്പോഴത്തേക്ക് അതില്ലാണ്ട് പറ്റാത്തൊരവസ്ഥ പോലെയായി. ഏതൊക്കെ ഷെയ്ഡ് എനിക്ക് ചേരും എന്ന് തോന്നുന്നൊക്കെ ഞാൻ വാങ്ങിച്ചു കൂട്ടും കേട്ടോ. അപ്പം അത് പോട്ടെ. അപ്പം ഇതാണ് എൻ്റെ ഐബ്രോ പെൻസില്. അത് കഴിഞ്ഞിട്ട് അതിന് വല്ല റേറ്റ് ഒന്നും ഇല്ല കേട്ടോ, 10-30 രൂപ എന്തേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡാസ്ലർ, അന്നും ഇന്നും എന്നും ഡാസ്ലറിൻ്റെ ഐലൈനർ എനിക്ക് നന്നായിട്ട് എന്താ പറയുക, നല്ലൊരു സംഭവമാണ്. കാരണം ഞാൻ ഇടയ്ക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്തപ്പോഴത്തേക്കും ഒരു ബയോട്ടിക്കിൻ്റെ ഒരു ഐലൈനറാണ് ഞാൻ യൂസ് ചെയ്തത്. പക്ഷെ അതെനിക്ക് എന്താ പറയുക, ഭയങ്കര നമ്മൾ വാഷ് ചെയ്യാൻ നേരത്ത് പെട്ടെന്ന് പോവും. അതുപോലെ കണ്ണിലായി കഴിഞ്ഞാൽ തന്നെ ഭയങ്കര നീറ്റിലായിരുന്നു ആ സംഭവം. പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഡാസ്ലറിൻ്റെ അത് ഭയങ്കരമായിട്ട് കംഫർട്ടബിൾ ആണ്. അതുകൊണ്ട് ഞാൻ ഇത് തന്നെയാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് അറിയാമായിരിക്കുമല്ലോ അല്ലേ? 90 റുപ്പീസ്. ഇതിന് 90 റുപ്പീസ് ഉള്ളൂ. പക്ഷേ ഇപ്പം എന്തോ കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു, അറിയില്ല. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കറക്റ്റ് ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. അപ്പോൾ എൻ്റെ ഐലൈനർ ഇതാണ്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന മസ്കാര ഇപ്പം ഉപയോഗിക്കുന്നതാണ് ഇത് ബ്ലൂ ഹെവൻ്റെത്. ഞാൻ ഐക്കോണിക്കിൻ്റെ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കൊളോസലിൻ്റെ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കൊളോസൽ ഞാൻ ഉപയോഗിച്ചാൽ തീർന്നപ്പോൾ ഞാനത് നിർത്തി. പിന്നെ കൊള്ളൂലാത്തതുകൊണ്ടല്ല, നല്ലതാണ്. പിന്നെ ഞാനിങ്ങനെ ഉപയോഗിക്കാറില്ല. ഞാൻ പറഞ്ഞില്ലേ, മസ്കാര എപ്പോഴും ഞാനങ്ങനെ ഉപയോഗിക്കില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ ലാഷസിനൊട്ടും പിടിക്കൂല ഈ മസ്കാരകളൊന്നും എപ്പോഴും ഇട്ടാൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒക്കേഷണലി ഉപയോഗിക്കുന്ന ഇതിപ്പോഴും ബ്ലൂ ഹെവൻ്റെയാണ് വാങ്ങിച്ചേക്കുന്നത്. ഇതിൻ്റെ റേറ്റും വലിയ സംഭവങ്ങളൊന്നുമല്ല. ഇതിൻ്റെ റേറ്റ് ഞാൻ ഇട്ടേക്കാം കേട്ടോ, ഇതിലില്ല സംഭവം. വലിയ റേറ്റ് ഇല്ല എന്ന് തോന്നുന്നു. ബിലോ 100 അല്ലെങ്കിൽ 150 താഴെ എന്തേ വരത്തുള്ളൂ ഇതിൻ്റെ റേറ്റ്. അപ്പം ഇതാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന മസ്കാര എന്ന് പറയുന്നത്. ഇനി ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ മേക്കപ്പ് പ്രോഡക്ട്സ്. ഇനി ഉള്ളത് നമ്മുടെ ലിപ്സ്റ്റിക് ആണ്. നമുക്കറിയാമല്ലോ, ഈ ഇടയ്ക്ക് ഞാൻ വാങ്ങിച്ച ഡാസ്ലറിൻ്റെ 025 ആണ് ഷെയ്ഡ്. ഇതാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇതെനിക്ക് അത്യാവശ്യം നല്ല കവറേജ് കിട്ടുന്നുണ്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ്. ഞാൻ ആക്ച്വലി ഇങ്ങനത്തെ ന്യൂഡ് ഷെയ്ഡ്സ് ഒക്കെയാണ് ഞാൻ പൊതുവെ ഉപയോഗിക്കുന്നത്. ഞാൻ ഇടയ്ക്ക് മാറി തിരിഞ്ഞൊക്കെ ഉപയോഗിക്കും. ഇതിൻ്റെ റേറ്റ് 200 ആണ്, 025 ഷെയ്ഡ്. പിന്നെ ഞാൻ നിങ്ങൾക്കൊരു സജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ, സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ലിപ് ലൈനർ ഉണ്ട്. സംഭവം നമുക്ക് ലിപ് ലൈനറായിട്ടും ഫില്ലറായിട്ടും ഉപയോഗിക്കാൻ പറ്റും. കാരണം ഇത് ഇത്തിരി ലാസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഞാൻ പൊതുവെ ലൈനറോടാണ് എനിക്ക് ആദ്യം താല്പര്യം ഉണ്ടായിരുന്നത്. കാരണം ഇത് നമുക്ക് നന്നായിട്ട് കവർ ചെയ്യാനൊക്കെ പറ്റും. അതുകൊണ്ട് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ റേറ്റും വലുതായിട്ടില്ല, 64 or 70 അങ്ങനെ എന്തോ ഉള്ളൂ. അത്രയേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ്. അപ്പം ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ലൈനറാണ്, മെറൂൺ ഷെയ്ഡാണ് കേട്ടോ. എൻ്റെ ഷെയ്ഡ് ബ്രൈറ്റ് മെറൂൺ 07 ആണ് ഇതിൻ്റെ ഷെയ്ഡ്. അപ്പം ഇത് രണ്ടും ലിപ്സ്റ്റിക് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ മേക്കപ്പ്. പിന്നെ വേറെ വിശേഷമൊന്നുമില്ല. അപ്പം ഇതൊക്കെ കാണിക്കാനാണ് വന്നതെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ കയറി നോക്കുക. ഇതൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്സ് ആണെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ എൻ്റേതായ പ്രോഡക്റ്റ്സ് ഞാൻ കാണിച്ചു തന്നു എന്ന് മാത്രം. അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല, ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.